ഹലോ, നമസ്കാരം പ്രേക്ഷകരെ. അപ്പോൾ ഞാനിത് രണ്ടാം പാർട്ടായിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. അതായത് കാർ മോഡിഫിക്കേഷൻ്റെ രണ്ടാമത്തെ പാർട്ടായിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അതിൽ രണ്ടാമത്തെ പാർട്ട് ഞാൻ വേറെ അപ്ലോഡ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ആ പാർട്ടാണ് ഇതിലുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ആദ്യത്തെ പാർട്ട് കണ്ടില്ല എന്നുണ്ടെങ്കിലും കാറിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും. ഈ വീഡിയോ തന്നെ കണ്ടാലും മതി. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളുടെ സാധാരണ വണ്ടി, അതായത് നമ്മളൊരു പുതുതായിട്ടൊരു വണ്ടി എടുത്താൽ അല്ലെങ്കിൽ ഒരു യൂസ്ഡ് കാർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വണ്ടിയിൽ നമുക്ക് എന്തൊക്കെ മോഡിഫിക്കേഷൻസ് ലീഗലായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതായത് ഈ വീഡിയോയിൽ ഞാൻ കംപ്ലീറ്റ്ലി ലീഗലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഇല്ലീഗലായിട്ടുള്ള ഒന്നും ഇതിൽ ഞാൻ പറയുന്നില്ല. പിന്നെ നമ്മൾ ഇല്ലീഗലായിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ അത് ഓൺ റിസ്കിലാണ് ചെയ്യുക. ഓൺ റിസ്കിൽ വേണം ഇല്ലീഗലായിട്ട് ചെയ്യുമ്പോൾ ചെയ്യേണ്ടി വരിക. മാത്രമല്ല നല്ല ഫൈനും കിട്ടും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്തൊക്കെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് എന്തൊക്കെ ലീഗലാണ് എന്തൊക്കെ ഇല്ലീഗൽ അല്ല എന്നും കൂടി ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ പണി കിട്ടാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ ഏറ്റവും കൂടുതൽ പണി കിട്ടാനുള്ള സാധ്യത ഉള്ളത് ഒന്ന് നമ്മുടെ ടയർ എക്സ്റ്റൻഷനാണ്. അതായത് വണ്ടിയുടെ ടയർ എക്സ്റ്റെൻഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു വണ്ടിയുടെ ടയർ ബോഡീൻ്റെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ടയേഴ്സ് പാടില്ല. അത് അനുവദനീയമാണ്. അത് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാകുന്ന ഒരു കുറ്റകൃത്യമാണ്. അത് നല്ല രീതിയിൽ അതിന് ഫൈൻ കിട്ടാൻ സാധ്യതയുണ്ട്. 20,000 15,000 ഒക്കെ അതിന് ഫൈൻ കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ വേറൊരു കുഴപ്പമുള്ളതാണ് എയർ സസ്പെൻഷൻ ഇല്ലീഗലാണ്. അതിനും നല്ല രീതിയിൽ ഫൈൻ കിട്ടും. പിന്നീട് ഫൈൻ കിട്ടാവുന്നതാണ് ബോഡിയിൽ, അതായത് കാറിൻ്റെ ബോഡിയിൽ നമ്മൾ സ്റ്റിക്കർ വർക്കുകൾ ചെയ്യാം. കാറിൻ്റെ ബോഡിയിൽ സ്റ്റിക്കർ വർക്ക് ചെയ്യാൻ പാടുള്ളതല്ല, അത് ഇല്ലീഗലാണ്. ഇത് മൂന്നും തന്നെയാണ്. ഒന്നുകൂടി ഉണ്ട് പറയാൻ വിട്ടുപോയി. അതായത് നമ്മളെ സൈലൻസർ, എക്സോസ്റ്റിൻ്റെ പരിപാടി ഇല്ലീഗലായിട്ട് സൗണ്ട് നമ്മൾ കൂട്ടാൻ പാടുള്ളതേ അല്ല. ഈ 4 സംഭവം തന്നെയാവും ഏറ്റവും കൂടുതൽ ഫൈൻ കിട്ടാവുന്നതും ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ടുള്ള കേസുകൾ. എക്സോസ്റ്റൊക്കെ അതൊക്കെ വലിയ കേസായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ പ്രശ്നമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് എക്സോസ്റ്റ് ഒന്നും മാക്സിമം എല്ലാവരും ഇല്ലീഗലായിട്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് വരാം. നമുക്ക് സാധാരണ കാര്യത്തിലോട്ട് വരാം. അതിന് നമുക്ക് നമ്പർ പ്ലേറ്റ് വെച്ച് തുടങ്ങാം. അതായത് IND ഫോമിലോട്ട് നമുക്ക് നമ്പർ പ്ലേറ്റ് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു തരത്തിലുള്ള നമ്പർ പ്ലേറ്റ് മോഡിഫിക്കേഷൻസും നമുക്ക് ലീഗലല്ല. അതായത് സൈസ്, വിഡ്ത്ത്, ലെങ്ത്ത് ഇതൊന്നും നമുക്ക് നമ്പർ പ്ലേറ്റിൻ്റെ ചേഞ്ച് ചെയ്യാൻ പാടുള്ളതല്ല. പിന്നെ അതായത് നമുക്ക് പുറം രാജ്യത്തൊക്കെ അത് ചെയ്യാം, പക്ഷെ നമുക്ക് കേരളത്തിലെ നിയമം അങ്ങനെയാണ്, അത് ചെയ്യാൻ പാടില്ല. പിന്നെ ടയറിനെ പറ്റിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇനി ടയറിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അതായത് ടയറിൽ നമ്മൾ മോഡിഫിക്കേഷൻസ് ചെയ്യുമ്പോൾ ഇപ്പോൾ 15 ഇഞ്ചിൻ്റെ ടയറാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അതായത് നമുക്കത് ഇതാക്കാൻ പറ്റും. അത് 15 എന്നുള്ളത് 16 ആക്കാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മളെ ടയറിൻ്റെ ആ ബോഡി ഉണ്ടല്ലോ, ആ സാധനം, അതായത് അലോയിൻ്റെ ആ റൗണ്ട് ഉണ്ടല്ലോ, അത് നമുക്ക് 15 ഇഞ്ചിൻ്റെ ആണെന്നുണ്ടെങ്കിൽ, അതാണോ ടയറിനാണെന്ന് അറിയില്ല, അത് നമുക്ക് അതിൻ്റെ വലിപ്പം നമുക്ക് കൂട്ടാൻ കഴിയും. അതായത് അപ്പോൾ ടയർ ചെറുതാവും, അതേപോലെ ഈ അലോയ് വലുതാവും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് വണ്ടിക്ക് നല്ല ഭംഗി കൂടും. അത് പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് 1 ഇഞ്ച് കൂട്ടിയാൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ മാറ്റം വരും വണ്ടിയുടെ ഒരു പിക്ചറിന് തന്നെ. കാരണം 4 ടയറും മാറുമ്പോൾ വണ്ടിയുടെ കംപ്ലീറ്റ് പിക്ചറിന് അത് മാറ്റം വരും. അത് നമുക്ക് ഇഷ്ടമുള്ള മോഡലിലുള്ള അലോയ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇഷ്ടമുള്ള മോഡലിൽ ചൂസ് ചെയ്യാം. പക്ഷെ ഒരിക്കലും വണ്ടിയുടെ ബോഡിയുടെ പുറത്തോട്ട് പോകരുത്. ടയർ ഒരിക്കലും വണ്ടിയുടെ ബോഡിയുടെ പുറത്തോട്ടും പോകരുത്. ടയറും പോകാൻ പാടില്ല, വീൽ കപ്പും പോകാൻ പാടില്ല. അത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം വരിക. പിന്നുള്ളത് ലൈറ്റ്സിനെ പറ്റി പറയുമ്പോൾ വലിയ ലൈറ്റ് പാടില്ല, വലിയ ലൈറ്റ്സ് ഒന്നും വെക്കാൻ പാടില്ല. അതേപോലെ തന്നെ ഓഫ് റോഡേഴ്സിനും അതേപോലെ തന്നെ ഈ നമ്മളെ ഹിൽ ഏരിയയിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ വെക്കാം. പക്ഷേ അത് ലൈറ്റ് കവർ ചെയ്ത് വെക്കണം. മാത്രമല്ല പിടിച്ചു കഴിഞ്ഞാൽ ഫൈൻ കിട്ടും.
കാരണം അത് ഇല്ലീഗലാണ്. കാരണം പക്ഷേ ഹൈ റേഞ്ചിലുള്ളവർക്കൊക്കെ ചിലപ്പോൾ വെക്കേണ്ടി വരും. അങ്ങനെ ഒരു വിഷയം ഉണ്ടല്ലോ, ഹൈ റേഞ്ചിലൊക്കെ ഉണ്ടാകുമ്പോൾ ചില ആൾക്കാർക്ക് സൺലൈറ്റ് വെക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ പ്രശ്നമുണ്ട്. പക്ഷേ പിടിച്ചു കഴിഞ്ഞാൽ ഫൈൻ ഉണ്ടാവും തന്നെയാണ് പറയുന്നത്. പിടിച്ചു കഴിഞ്ഞാൽ ഓഫ് റോഡേഴ്സ് ആണെങ്കിലും ഹൈ റേഞ്ചിലുള്ള ആൾക്കാരാണെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ ഫൈൻ ഉണ്ടാവും തന്നെയാണ് പറയുന്നത്. പിന്നെ കർട്ടൺ യൂസ് ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ കൂളിംഗ് ഫിലിം പാടില്ല, അത് ഇല്ലീഗലാണ്. കാരണം അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് കൂളിംഗ് ഫിലിം ഇല്ലീഗലാന്ന് പറയുന്നത്? ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിഡ്നാപ്പിങ് നമുക്ക് മനസ്സിലാവില്ല. അതായത് വണ്ടി ഇങ്ങനെ നല്ല രീതിയിൽ കൂൾ ചെയ്തിട്ടുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ കിഡ്നാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. ആൾക്കാർ കിഡ്നാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആരാണ് എന്താണ് ഒന്നും അറിയാൻ പറ്റില്ല. പിന്നെ രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂളിംഗ് ഫിലിം ഒട്ടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഒരു വണ്ടിയുടെ സൈഡ് ഗ്ലാസുകളിലൊക്കെ കൂളിംഗ് ഷീറ്റ് ഒട്ടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു തീപിടുത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപായ പ്രശ്നമോ എന്തെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി നമുക്ക് തുറക്കാൻ സാധിച്ചോളുന്നില്ല. ആ സമയത്ത് നമ്മളെ സീറ്റിൻ്റെ മുകളിലുള്ള ഹെഡിൻ്റെ സാധനം ഊരിയിട്ട് അത് വെച്ചിട്ട് ഇടിക്കുകയോ ചെയ്യാം. അത് വെച്ച് നമ്മൾ അടിച്ചിട്ട് ഗ്ലാസ് തല്ലി പൊട്ടിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഈ കൂളിംഗ് നമ്മൾ സൈഡ് ഗ്ലാസ്സിലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഗ്ലാസ് അടിച്ച് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് പൊട്ടില്ല. കാരണം ഈ കൂളിംഗ് ഫിലിമിന് ഒരു പശയും ഉണ്ടാവും. അപ്പോൾ ആ പശ ഈ ഗ്ലാസിൻ്റെ ഇതിനെ തടഞ്ഞു നിർത്തും. മറ്റേത് നമ്മൾ ആ സാധനം വെച്ചിട്ട് എന്തെങ്കിലും വസ്തു വെച്ചിട്ട് മുറുക്കനൊരു അടി അടിച്ചാൽ ഗ്ലാസ് പൊട്ടും. അതായത് ഒരു വണ്ടിയുടെ പുറത്തുനിന്ന് എന്തെങ്കിലും വെച്ച് അടിക്കുന്നത് പോലെ ആവില്ല, ഉള്ളിൽ നിന്ന് അടിക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടും. അപ്പോൾ എന്തെങ്കിലും അപായ പ്രശ്നങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മളിങ്ങനെ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കൂളിംഗ് ഫിലിംസ് അത് തടഞ്ഞു നിർത്തും. അതുകൊണ്ടാണ് കൂളിംഗ് ഫിലിം പാടില്ല എന്ന് പറഞ്ഞത്. അത് സത്യത്തിൽ വളരെ നല്ല കാര്യം തന്നെയാണ് സംഭവം. അത് കൂളിംഗ് ഫിലിം വണ്ടിക്ക് ഭംഗി തരും, വെയിലൊക്കെ തടഞ്ഞു നിർത്തും. പക്ഷേ അതിന് വലുതാണല്ലോ ജീവൻ്റെ വിഷയം. അപ്പം അതാണ്. പിന്നെ കോമ്പണൻറ്റ് സ്പീക്കേഴ്സ് നമുക്ക് വേണമെങ്കിൽ റീപ്ലേസ് ചെയ്യാൻ പറ്റും. കോമ്പണൻറ്റ് സ്പീക്കേഴ്സ് റീപ്ലേസ് ചെയ്യാം. പിന്നെ നമുക്ക് വരുന്നത് റൂഫ് സ്റ്റിക്കേഴ്സ് പാടില്ല. പക്ഷേ റൂഫിന് പെയിൻ്റ് അടിക്കാൻ NOCയിൽ മാറ്റി കിട്ടും. അതായത് NOCയിൽ നമുക്ക് റൂഫ് പെയിൻ്റ് അടിക്കാൻ NOCയിൽ നമുക്ക് മാറ്റി കിട്ടും. റൂഫ് പെയിൻ്റ് അടിക്കാൻ പറ്റും. റൂഫിന് സ്റ്റിക്കർ പാടില്ല കേട്ടോ. അതായത് ഇപ്പോൾ ഒരു ടൈമിൽ ഉണ്ടായിരുന്നല്ലോ, മറ്റേ സഞ്ജുട്ടയ്ക്കൊക്കെ അടിച്ചിരുന്നല്ലോ റൂഫിൽ ബ്ലാക്ക് പെയിൻറ്റ്. അതേപോലെ നമുക്ക് വേണമെങ്കിൽ റൂഫിൽ പെയിൻ്റ് അടിക്കാം. പിന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. അതായത് നമുക്ക് വണ്ടിക്ക് കളറ് നമുക്ക് ഏത് രീതിയിലും ചേഞ്ച് ചെയ്യാം. ഒരു മൂന്നോ നാലോ കളറേറ്റേ പാടില്ലാത്തുള്ളൂ. 3 കളറേറ്റേ പാടില്ലാത്തത് തോന്നുന്നു. അതല്ലാത്ത ബാക്കി ഏത് കളറിലും നമുക്ക് വണ്ടി കൺവേർട്ട് ചെയ്യാം. പക്ഷേ ഇതൊക്കെ എനിക്ക് തോന്നുന്നു RC ഇതൊക്കെ മാറ്റം വരുത്തേണ്ടി വരും. പിന്നെ ഇതിനൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ലീഗലായിട്ട് ചെയ്യുമ്പോൾ എന്തായാലും RTO ഓഫീസറെ കാണണം, RTOയിൽ ചെല്ലണം. നമ്മൾ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്നിട്ട് കാണണം. അവർ ചെന്ന് കണ്ട് സംസാരിച്ച് ഇതാക്കണം. അല്ലാതെ ഈ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ പോയിട്ട് ഡയറക്റ്റ് ആരും പോയിട്ട് വണ്ടി അങ്ങനെ ഓരോന്നും ചെയ്യരുത്. എന്തായാലും നിങ്ങൾ വിളിച്ച് ചോദിച്ചേ പറ്റുള്ളൂ. കാരണം ചില സാഹചര്യങ്ങളിൽ ഈ ഓഫീസർമാർക്ക് പോലും നിയമങ്ങളൊന്നും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അതാണ് നമ്മളെ ഒരവസ്ഥ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നീങ്ങണം. പിന്നെ സ്പോയിലർ വെക്കാൻ പറ്റും. ഇതൊക്കെ നമുക്ക് ലീഗലായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഒക്കെ വലിയ നല്ല കാര്യമാണ്. ഇതൊക്കെ ചെയ്താൽ തന്നെ നമ്മളെ വണ്ടി അത്യാവശ്യം നല്ല ഭംഗിയാവും. സ്പോയിലർ വെക്കാൻ പറ്റും. പിന്നെ ഇൻറ്റീരിയർ ചെറിയ മോഡിഫിക്കേഷൻസ് ഒക്കെ പറ്റും. ഇൻറ്റീരിയറിൽ ചെറിയ തരത്തിലുള്ള ലൈറ്റ്സ്, അതേപോലെ തന്നെ സ്ക്രീൻസൊക്കെ മാറ്റാൻ പറ്റും. ചെറിയ ലൈറ്റ് കേട്ടോ, അല്ലെങ്കിൽ വലിയ ഗ്രാഫിക്കൽ ഡിസൈൻസ് ഒന്നും പാടില്ല. ചിലവരൊക്കെ പറഞ്ഞേക്കാം 40% ഗ്രാഫിക് ഡിസൈൻ പറ്റുന്നൊക്കെ. അതൊന്നും പാടില്ല, അതൊക്കെ ഇല്ലീഗലാണ്. ഗ്രാഫിക് വർക്കുകളൊന്നും പറ്റില്ല. പക്ഷേ നമുക്ക് സ്ക്രീന് മാറ്റാം. അതേപോലെ സീറ്റ് കവേഴ്സ്, അടിപൊളി സീറ്റ് കവേഴ്സ്, റെഡ് കളേഴ്സിലൊക്കെ ഉള്ള നമുക്ക് സീറ്റ് കവേഴ്സൊക്കെ ചെയ്യാൻ പറ്റും, മോഡിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ ഫോൾഡിങ് മിറർ വെക്കാൻ കഴിയും. പിന്നെ എക്സോസ്റ്റ് പാടില്ല, നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ ഓക്സിലറി ലൈറ്റ്സ് പാടില്ല. പിന്നെ NVD ബാസ് അലൗഡ് അല്ല. പിന്നെ ചിലവർ ചോദിക്കലുണ്ട്. അതേപോലെ നമ്മൾ ഈ സീറ്റ് ഉണ്ടല്ലോ, അപ്പോൾ ബാക്ക് ഇപ്പോൾ താറൊക്കെ പോലത്തെ വണ്ടികളുടെ സീറ്റുകളൊക്കെ അത് നമുക്ക് ഇപ്പോൾ 5 സീറ്റർ താറാണെന്നുണ്ടെങ്കിൽ അത് ബാക്കിൽ ഫേസ് ടു ഫേസ് ആക്കാൻ പറ്റുമെന്നുള്ളത് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും.
5 സീറ്റർ താറാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ബാക്കിൽ ഫേസ് ടു ഫേസ് ആയിട്ടുള്ള സീറ്റാക്കി മാറ്റാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ സീറ്റിൻ്റെ അളവ് ചിലപ്പോൾ അവിടെ വ്യത്യാസം വരും, പക്ഷേ നമുക്ക് രണ്ട് സൈഡിലും, അതായത് ലെഫ്റ്റിലും റൈറ്റിലും ഇരിക്കണ പോലെ, പഴയ ജീപ്പിലേക്ക് ഇരിക്കണ പോലെ നമുക്ക് താറിൻ്റെ സീറ്റാക്കി മാറ്റാൻ കഴിയും. അതിനൊക്കെ നമ്മൾ ചിലപ്പോൾ എക്സ്ട്രാ പെർമിഷൻ എടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ RTO ഓഫീസർ ഒന്ന് വിളിച്ച് ചോദിക്കുന്നത് വളരെ നന്നായിരിക്കും. പക്ഷേ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. കുറേ കാര്യങ്ങൾ നമുക്ക് ലീഗലായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഒരു ഓഫീസറെ വിളിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഇഫക്റ്റ് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ വേറെ ഏതെങ്കിലും സ്ഥലത്തുള്ള RTO ഓഫീസറെ വിളിച്ച് ചോദിക്കണം. കാരണം ഈ ആൾ സത്യമാണോ നുണയാണോ പറയുന്നത് നമുക്ക് ഒരാളോട് മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്തായാലും 1-2 RTO ഓഫീസറെ വിളിച്ച് ചോദിക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിയുന്ന ആൾക്കാരോട് ചോദിച്ചാലും മതി. പക്ഷെ പൊതുവെ ആർക്കും അങ്ങനെ അറിയുന്നുണ്ടാവില്ല. കാരണം ഇതിൻ്റെ നിയമങ്ങളൊന്നും എല്ലായിടത്തും അങ്ങനെ ഭയങ്കരമായിട്ട് വിസിബിളൊന്നുമല്ല. പിന്നെ കാർ ഫേസ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഫേസ് ലിഫ്റ്റ് ലീഗലാട്ടോ. കാറ് നമുക്ക് കൺവേർട്ട് ചെയ്യാം. ഇതൊക്കെ ഭയങ്കര നല്ല കാര്യങ്ങളാണ്. അതായത് വണ്ടിക്ക് ഭംഗി വരുത്തേണ്ട കാര്യങ്ങളാണ്. BMW എത്ര പേരാണ് ഫേസ് ലിഫ്റ്റ് ചെയ്യുന്നത്? BMW ഒരുപാട് പേര് ഫേസ് ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഭയങ്കര ഭംഗി കൂട്ടുന്ന സാധനങ്ങളാണ്. ചിലവർക്ക് ഇഷ്ടപ്പെടില്ല അങ്ങനെ ഫേസ് ലിഫ്റ്റ് ചെയ്യണത്. പക്ഷേ വണ്ടി നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഫേസ് ലിഫ്റ്റ് ചെയ്യാം. അതിനൊരു കുഴപ്പമില്ല. പിന്നെ ഗ്രിൽ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് താറിൻ്റെ ഗ്രിൽ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ, അങ്ങനത്തെ ചോദ്യങ്ങൾ വരാറുണ്ട്. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഗ്രില്ലിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ റൂഫ് ബോക്സ് പറ്റും. ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ എന്താ വെച്ചാൽ ചിലപ്പോൾ നമ്മൾ പെർമിഷൻ എടുക്കേണ്ടി വരും. അപ്പോൾ അത് നമ്മൾ ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പെർമിഷൻ എടുക്കണം. ഏത് തരത്തിലാണെങ്കിലും ഇങ്ങനത്തെ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ പെർമിഷൻ എടുക്കുന്നതാവും നല്ലത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ ഈ കാരവനൊക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യലോ, അതിലൊക്കെ ഈ സിനിമാ നടന്മാരൊക്കെ അവരൊക്കെ പെർമിഷൻ എടുത്തിട്ടാണ് അത് ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, വണ്ടി മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾ ആദ്യം ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ RTOനെ വിളിച്ച് ചോദിച്ചിട്ട് കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയതിന് ശേഷം നിങ്ങൾ ലീഗലായിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ കൂടുതൽ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു എവരിവൺ. നന്ദി, നമസ്കാരം.